ട്ടോ, 2012 അത് നിങ്ങൾ മനസ്സിലാക്കിയോട് തെറ്റാ. ജമിയത്തുൽ ഉലമ അല്ല, 10 പണ്ഡിതന്മാര് മദീനത്തുൽ ഉലൂം അറബിക് കോളേജിൽ വെച്ച് ഒരു ചർച്ച നടത്തി അല്ലേ? ആ ചർച്ചയിൽ 13 തീരുമാനം എടുത്തു. അതിലെ 11ാമത്തെ തീരുമാനമാണ് ഏത്? ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന തീരുമാനം. ഈ തീരുമാനം 4ാമതായി അതിൽ ഒപ്പിട്ട വ്യക്തിയാണ് സക്കരിയ സ്വലാഹി. ഇതാണ് ആ തീരുമാനം. 21/6/2011 21/6/2011 ഈ തീരുമാനം എടുത്തത്. ഇതിലെ തീരുമാനം എന്താ? 11ാമത്തെ തീരുമാനമാണ്. ജിന്നുകളോടുള്ള സഹായ ചോദ്യം തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ് എന്ന ഇതാ. ജിന്നുകളോടുള്ള സഹായ ചോദ്യം തൗഹീദിന് വിരുദ്ധവും ശിർക്കുമാണ്. ഇതിൽ 4ാമതായി ഒപ്പിട്ടതാരാ? സക്കരിയ സ്വലാഹിയാണ്. ഈ ഒപ്പിട്ട് ഇത് കഴിഞ്ഞ് 26/7/2011 കാസർഗോഡ് പോയി അദ്ദേഹം നടത്തിയ പ്രസംഗം നേരത്തെ നിങ്ങൾ കേൾപ്പിച്ചത്. മനസ്സിലായോ? അതാണ് ആദർശ വ്യതിയാനം. ഒരു കാര്യം തീരുമാനിച്ചു, എന്നിട്ട് ആ തീരുമാനത്തിനെതിരെ എന്ത് ചെയ്യുക? പ്രസംഗിക്കുക. അപ്പൊ വീണ്ടും ജമിയത്തുൽ ഉലമ കൂടി തീരുമാനിച്ചു, അതിന് താഴെ ഒപ്പിട്ടു. ആ ഒപ്പിട്ടതാണ് അയ്യപ്പനൊപ്പ്. അത് നിങ്ങൾക്കറിയാലോ അല്ലേ? എന്ത് വഴിക്ക് വെച്ച് നിർബന്ധിച്ചുകൊണ്ട് അയ്യപ്പ വിളിക്കടാ, അയ്യപ്പ സ്വാമി ശരണം എന്ന് വിളിക്കടാ എന്ന് പറയുന്നത് പോലെ എന്നെ ഹറാസ് ചെയ്ത്, അങ്ങനെയാണ് ഞാൻ ഒപ്പിട്ടത്. എനിക്കാണ് ഇയാളുടെ മനസ്സിൽ വിശ്വാസമല്ല. അവിടെ എന്ത് സംഭവിച്ചു? ആദർശ വ്യതിയാനം സംഭവിച്ചു. സഹോദരന്റെ ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടുണ്ട്. ഇനി അസ്സലാമു അലൈക്കും.